നിങ്ങളുടെ ലൈഫിലില്ലേ ഇതുപോലൊരെണ്ണം? ഉണ്ടാവും, ഷുവറാ. ഞങ്ങൾ എറണാകുളത്ത് ഹോസ്റ്റൽ ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ നല്ല ലാവിഷായിട്ട് നടന്നു പോയി ചായയൊക്കെ കുടിച്ച് സ്വസ്ഥമായി തിരിച്ച് ഹോസ്റ്റലിൽ വരാൻ പാകത്തിന് ഒരു കട അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ബെസ്റ്റി ബേക്കറിലേക്ക് എത്തുന്നത്. അവിടെ ഞങ്ങൾക്ക് ദാ ഈ മുതലിനെയും കിട്ടി. ഒരു പാവ മനുഷ്യൻ, ഷിജോൻ ചേട്ടൻ. വളരെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും നല്ല കമ്പനിയായി. അത് പിന്നെ സ്വാഭാവികം. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള മനുഷ്യന്മാരെ കണ്ടു കിട്ടുന്ന തന്നെ വലിയ കാര്യമാന്നേ. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞങ്ങളുടെ എല്ലാ വൈകുന്നേരങ്ങളും ഇവിടെയായിരുന്നു. ഇനിയിപ്പോ എവിടെയൊക്കെ വേറെ പോയെന്ന് പറഞ്ഞാലും ഇവിടെ വന്നൊരു ചായയും കടിയും കഴിക്കാതെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറിയിട്ടേ ഇല്ല. ഇനിയിപ്പോ രാവിലെ ഹോസ്റ്റലിൽ വല്ല ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ അപ്പോഴും ഓടി വരും ഇങ്ങോട്ടേക്ക്. കോഴ്സ് കഴിയുന്നതിൻ്റെ അന്ന് ലാസ്റ്റ് ഡേ യാത്ര പറയാനായിട്ട് വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ്. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, എന്തൊക്കെ പറയണം, ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്തു തന്നെയായാലും ആ ചടങ്ങ് ഞങ്ങളാകും അവസാനിപ്പിച്ചു. പഠിച്ച് വലിയ വക്കീലന്മാരായിട്ട് ഇങ്ങോട്ട് വന്നേക്കണം, മറന്നു കളഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ ഞങ്ങളെ യാത്ര അയച്ചു. എന്തു തന്നെയായാലും ബെസ്റ്റി ബേക്കറിയും ഷിജോൻ ചേട്ടനെയും ഞങ്ങളൊരിക്കലും മറക്കില്ല.